എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് സ്വാഗതം. മേരി മൗണ്ട് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് കട്ടച്ചിറ അവതരിപ്പിക്കുന്ന പരിപാടികൾ തുടരുന്നു.
ഇസ്രയേലിൻ്റെ നിലയ്ക്കാത്ത യാത്ര, കാനാൻ എന്ന വാഗ്ദത്ത ദേശം തേടി കാലങ്ങളായുള്ള യാത്ര, ദുഃഖവും ക്ലേശവും നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ അവർ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ, ഇവയെല്ലാം ആവിഷ്കരിക്കുന്ന ഒരു നാടകം. വാഗ്ദത്ത ദേശം തേടി എന്ന നാടകവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു മേരി മൗണ്ടിൻ്റെ ചുണക്കുട്ടികൾ. സോ ലെറ്റ്സ് എൻജോയ് ദി ബ്യൂട്ടി ഓഫ് ദി ഡ്രാമ. ദൈവത്തിൻ്റെ അക്ഷയമായ കാരുണ്യത്തിൻ്റെയും അചഞ്ചലമായ വിശ്വസ്തതയുടെയും അത്യുദാരമായ സ്നേഹത്തിൻ്റെയും കരങ്ങളിൽ സംവഹിക്കപ്പെട്ട മനുഷ്യൻ്റെ നിത്യദീപ്തമായ ചിത്രം, അതത്രേ വിശുദ്ധ ബൈബിൾ. ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ നേടുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറഞ്ഞ സൗന്ദര്യമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ദൈവപുത്രനും അബ്രാഹത്തിൻ്റെ സന്തതിയുമായ യേശുവിലൂടെ ഫലമണിയുന്ന രക്ഷാകര ചരിത്രത്തിൻ്റെ മുന്നോടിയായി വാഗ്ദത്ത ജനതയായ ഇസ്രായേലിൻ്റെ നിലയ്ക്കാത്ത യാത്ര, വാഗ്ദത്ത ദേശം തേടി. കുഞ്ഞേ, നീ ഇനിയും ഉറങ്ങിയില്ലേ? ഇല്ലമ്മേ, എനിക്ക് ഉറക്കം വരുന്നില്ല. ഈ കടലിന്റെ ഇരമ്പൽ എന്നെ പേടിപ്പെടുത്തുന്നു. നമ്മൾ എവിടെയാണമ്മേ ഇപ്പോൾ? ഇതാണ് കുഞ്ഞേ ചെങ്കടൽ, നാശഗർത്തങ്ങളും മരണച്ചുഴികളും നിറഞ്ഞ മഹാസാഗരം. നമ്മൾ ഈ കടലിന്റെ തീരത്താണ് പാളയമടിച്ചിരിക്കുന്നത്. എനിക്ക് പേടിയാകുന്നു. ഈ കടൽ നമ്മെ വിഴുങ്ങിക്കളയോ അമ്മേ? ഇല്ല മകനെ, ഈജിപ്തിൽ നിന്നും നമ്മെ ഇവിടെ വരെ എത്തിച്ച സർവശക്തനായ ദൈവം നമ്മെ കൈവിടുകയില്ല. ആ ദൈവം നമ്മെ കാത്തുകൊള്ളും. നമ്മുടെ യാത്ര എവിടേക്കാണ്? കാനാനിലേക്ക്, തേനും പാലും ഒഴുകുന്ന കാനാനിലേക്ക്. അതാണ് മകനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്ത ഭൂമി. കാണാൻ നല്ല ഭംഗിയുള്ള ദേശമാണോ? പൂക്കളും കായ്കളും പഴങ്ങളും ഒക്കെ ഉണ്ടോ അവിടെ? ഉണ്ട് മകനെ. ഈജിപ്തിലെ ഫറവോയുടെ പീഡനങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ച യഹോവയായ ദൈവം നമുക്ക് കാട്ടിത്തന്ന സുന്ദര ദേശമാണ് കുഞ്ഞെ കാനാൻ. പക്ഷേ ഇതൊന്നും കാണാൻ എനിക്ക് കഴിയുകയില്ലല്ലോ അമ്മേ. മാത്രമല്ല, എൻ്റെ അപ്പനും ആ മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോയില്ലേ? മോനെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കണ്ണുകൾക്ക് എന്താ കാഴ്ച നൽകാത്തത്? എനിക്ക് പൂക്കളും കായ്കളും ഒന്നും കാണണ്ട, കാനാൻ ദേശവും കാണണ്ട. പിന്നെ എനിക്ക് എൻ്റെ അമ്മയുടെ മുഖമൊന്ന് കണ്ടാൽ മതി. അത് മാത്രം മതി എനിക്ക്. വന്ദനം യജമാനനെ. വന്ദനം. ആരാ അമ്മേ? ആരാ അത്?
ഈജിപ്തിൽ നിന്നും നമ്മെ കാനാൻ ദേശത്തേക്ക്, നമ്മുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തനായ ദാസൻ മോശ. മകനെ, കൂടാരത്തിലേക്ക് ചെല്ലൂ. ബാൽസഫോനിലേക്കുള്ള ഈ യാത്ര ക്ലേശത്തിൻ്റെതായിരുന്നു അല്ലേ? നഷ്ടങ്ങളുടെ യാത്ര, നിരാശകളുടെ യാത്ര. അറിയാം, സുക്കോത്ത് താഴ്വരയിൽ നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ ഭർത്താവിനെയാണ്. നിന്റെ മനസ്സിന്റെ മുറിവുകൾ ഒരിക്കലും ഉണങ്ങില്ല എന്നറിയാം. സാരമില്ല യജമാനൻ, സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഗോത്രപിതാക്കന്മാർ എനിക്ക് നേരെ പടനീക്കം നടത്തുകയാണ്. എന്നെ അവർ പരിഹസിക്കുന്നു, പലപ്പോഴും എന്നെ നിന്ദിക്കുന്നു. ദൈവവിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ഈ ഞാൻ ഏകനായി നിൽക്കുന്നു, ആർത്തലയ്ക്കുന്ന ഈ ചെങ്കടലിന്റെ കരയിൽ. അരുത് യജമാനനെ, നിരാശയരുത്. ഈ ചെങ്കടലിനക്കരെ ഞാൻ കാണുന്നു നമ്മുടെ വാഗ്ദത്ത ഭൂമി. ദുഃഖവും ക്ലേശവുമില്ലാത്ത, നോവും നിരാശയുമില്ലാത്ത നമ്മുടെ പ്രത്യാശയുടെ കാനാൻ. വയ്യ, മടുത്തു. അറിയപ്പെടാത്ത ദേശം തേടിയുള്ള ഈ യാത്ര ഇനി എനിക്ക് വയ്യ യജമാനനെ. സഹോദര, ദൈവത്തിന്റെ വീരപ്രവർത്തികൾ കൺമുന്നിൽ കണ്ടവനാണ് നിങ്ങൾ. നിങ്ങളെ പീഡനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഈജിപ്തിലെ ഫറവോയ്ക്ക് 10 ശിക്ഷാവിധികൾ നൽകി ദൈവിക ശക്തി തെളിയിച്ച അതിശക്തനാം ദൈവം. ആ ദൈവത്തിന്റെ വാക്കുകളും വാഗ്ദാനങ്ങളും ജൽപ്പനങ്ങളല്ലെന്ന് തിരിച്ചറിയൂ. എത്ര കാലങ്ങൾ താണ്ടി നാം എത്ര മരുഭൂമികൾ തരണം ചെയ്തു. ഗോത്രപിതാക്കന്മാർ, ഇസ്രായേലിന്റെ ജീവന്റെ തുടിപ്പുകൾ, എത്ര പേർ ഈ യാത്രയിൽ പട്ടുപോയി. സഹോദര, നിർത്തൂ അങ്ങയുടെ വാഗ്വാദങ്ങൾ. ആരോൻ, അയാൾ പറയട്ടെ, തടയരുത്. ദൈവത്തിങ്കൽ നിന്ന് ദിവ്യ ആലോചനകൾ ഏറ്റെടുത്ത് ഇസ്രായേലിനെ തേനും പാലും ഒഴുകുന്ന കാനാനിലേക്ക് നടത്തുന്ന അഭിഷിക്തനെതിരെ ഒരു വാക്കുപോലെ നിങ്ങൾ പറയാൻ തുനിയരുത്. ഞങ്ങൾക്ക് ഈജിപ്ത് മതിയായിരുന്നു. ഈ മരുഭൂമിയിൽ വീണ് മരിക്കുവാനാണോ ഇസ്രായേലിന്റെ വിധി? ഇല്ല, ഒരിക്കലുമില്ല. അതിശക്തനായ ദൈവം നമ്മെ കൈവിടില്ല. സഹോദര, പോകൂ, കൂടാരങ്ങളിൽ പോയി വിശ്രമിക്കൂ. അഹരോൻ, യജമാനൻ, ആർത്തലയ്ക്കുന്ന ഈ ചെങ്കടലിനക്കരെ എവിടെയോ ദൈവം നമ്മോട് കൽപ്പിച്ച വാഗ്ദത്ത ദേശമുണ്ട്. എന്റെ വിശ്വാസ കണ്ണുകളാൽ ഞാനത് കാണുന്നു. പക്ഷേ എന്താണ് യജമാനനെ? അവിടേക്ക് ഇനി എത്ര പേർ നമ്മോടൊപ്പം യാത്ര ചെയ്യുമെന്ന് എനിക്ക് സന്ദേഹമുണ്ട്. അശുഭചിന്തകൾ വെടിഞ്ഞാലും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കു മാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അങ്ങ് ഞങ്ങളെ വഴി നടത്തിയല്ലോ. വാഗ്ദത്ത ദേശത്തേക്കുള്ള ഈ യാത്രയിൽ അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണമേ. യജമാനൻ, യജമാനൻ, നമ്മുടെ ശത്രുക്കൾ എത്തുന്നു. ആര്? ഈജിപ്തുകാർ, ഫറവോയുടെ സൈന്യം, അവരുടെ പടക്കൂട്ടങ്ങൾ അതാ ചെങ്കടലിനക്കരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ തേരും കുതിരകളും അതാ അക്കരെ പടയൊരുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പറയൂ, ഇനിയും എന്തിന് ഞങ്ങളെ ഈ വിധം ദ്രോഹിക്കുന്നു?
ഞങ്ങൾ ഈജിപ്തിലേക്ക് മടങ്ങുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ എന്തിന് ഈ വിധം ചഞ്ചലപ്പെടുന്നു? നമ്മുടെ ദൈവം അതിശക്തനാണെന്ന് നിങ്ങൾ ഇനിയും തിരിച്ചറിയും. ഈജിപ്തിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ മരുഭൂമിയിൽ മരിക്കുവാനായി കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്? നിങ്ങൾ ദൈവനിഷേധം പറയരുത്. പറയുന്നില്ല, ഞങ്ങൾ മടങ്ങുകയാണ്. ഫറവോയ്ക്ക് അടിമപ്പണി ചെയ്ത് ഞങ്ങൾ ഈജിപ്തിൽ കഴിഞ്ഞുകൊള്ളാം. ഇല്ല, അത് അപകടമാണ്. നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യുവാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരിക്കുവിൻ. ഇല്ല യജമാനൻ, ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞിരുന്ന വാക്കുകൾ ഞങ്ങൾ അനുസരിച്ചു. എവിടെ നിങ്ങൾ പറഞ്ഞ കാനാൻ? തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത ഭൂമി എവിടെ? നീതിമാനും നിസ്തുല്യനുമായ കർത്താവേ, ഈ ജനം അങ്ങയുടെ ദാസന്മാരെ അനുസരിക്കാതെ ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നത് അവിടുന്ന് കേൾക്കുന്നില്ലേ? അങ്ങയുടെ കൽപ്പനയാൽ അടിയൻ ചെങ്കടൽ കരയോളം ഇസ്രയേലിനെ നയിച്ചു. ഈ ചെങ്കടലിനക്കരെ ഫറവോയുടെ തേരും പടയും നിരന്നു കഴിഞ്ഞു. അരുളിയാലും അടിയൻ എന്തു ചെയ്യണം? ഇസ്രയേലിനെ ഈജിപ്തുകാർക്ക് വീണ്ടും ഇരയായി നൽകണമോ? മോശേ, നീ എന്തിന് എന്നെ വിളിച്ചു കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രായേലിനോട് പറയുക. നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽ ജനം കടലിന് നടുവേ വരണ്ട നിരത്തിലൂടെ കടന്നു പോകും. ഞാൻ ഈജിപ്തുകാരെ കഠിനചിത്തരാക്കും. അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഫറവോയുടെയും അവന്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളികളുടെയും മേൽ മഹത്വം നേടും. ഫറവോയുടെയും അവന്റെ രഥങ്ങളുടെയും അശ്വസേനകളുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. പരിശുദ്ധനും നിത്യനുമായ കർത്താവേ, അങ്ങയുടെ അരുൾപ്പാടുകൾ ഇതാ അടിയൻ ഏറ്റുവാങ്ങുന്നു. കഷ്ടവും ക്ലേശവും നിറഞ്ഞ ഈ യാത്രയിൽ അടിയങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിലെ നന്മകൾക്ക് തടസ്സമായി നിൽക്കുന്ന അന്ധകാര ചെങ്കടലെ വഴിമാറുക. പ്രിയജനമേ, നമ്മൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്രയായിട്ട് കാലങ്ങൾ എത്ര കഴിഞ്ഞിരുന്നു? ഇതുവരെയും നമ്മുടെ യജമാനന്മാർ പറഞ്ഞിരുന്ന ആ വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ചേരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സഹോദരൻ പറഞ്ഞത് വളരെ സത്യമാണ്. മാത്രമല്ല, നമ്മുടെ യജമാനനായ മോശ സീനായ് മലയിലേക്ക് പോയിട്ട് ദിവസങ്ങൾ പലത് കടന്നുപോയി. ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് പറഞ്ഞ് നമ്മെ കബളിപ്പിക്കുകയാണിവർ. മതിയാക്കൂ ദൈവം നിന്ന നമ്മുടെ യജമാനൻ ഉടനെ എത്തും. പക്ഷേ അത് പറഞ്ഞ് നിങ്ങൾ കർത്താവിനെ പരീക്ഷിക്കരുത്. അഹരോൻ, നിങ്ങൾ യജമാനന്റെ സന്തത സഹചാരിയല്ലേ? അതെ. എങ്കിൽ പറയൂ, ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്തു സംഭവിച്ചു? യജമാനൻ കർത്താവുമായി ഇസ്രായേലിനെ കുറിച്ച് സംഭാഷണം നടത്തുകയാണ്. അദൃശ്യനായ ദൈവവുമായി സംസാരിക്കുന്നോ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. സഹോദര, കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. എന്തുമാകട്ടെ, ഞങ്ങളെ നയിക്കാൻ ഒരു ദേവനെ ഞങ്ങൾക്ക് വേണം. എന്നാര് പറഞ്ഞു? ഞാൻ മാത്രമല്ല, പിന്നെ ഇസ്രായേൽ ജനം
നിങ്ങൾ പാളയത്തിന് നേർക്ക് നോക്കുവിൻ. അവരുടെ ആക്രോശങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഞങ്ങൾക്കൊരു ദേവനെ വേണം, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവത്തെ തരും. വാഗ്ദത്ത ഭൂമി ഞങ്ങൾക്ക് നൽകാത്ത അദൃശ്യ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട. നിർത്തൂ. നിങ്ങൾക്ക് ആരാധിപ്പാൻ ഒരു ദേവനെ വേണമല്ലേ? നിങ്ങളുടെ കൂടാരങ്ങളിൽ നിങ്ങൾ സമ്പാദിച്ചതും അണിയുന്നതുമായ സ്വർണ്ണാഭരണങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ. നിങ്ങൾക്കുള്ള ദേവനെ ഞാൻ നിർമ്മിച്ചു തരാം. ദൈവകോപം എൻ്റെ മേൽ വീഴട്ടെ. വന്ദനം യജമാനനെ. വന്ദനം സഹോദര. ഇതാണ് കർത്താവ് ഇസ്രായേലിന് നൽകിയ പ്രമാണപ്പലകകൾ. യജമാനൻ, അങ്ങ് മലയിലേക്ക് പോയതിനു ശേഷം നമ്മുടെ പാളയങ്ങളിൽ വലിയ ഭിന്നതകൾ ഉണ്ടായി. പറയൂ, എന്താണത്? അവർക്ക് ആരാധിക്കുവാൻ ഒരു ദൈവത്തെ വേണമെന്ന് വാശി പിടിച്ചു. പാളയത്തിൽ തന്നെ പടയൊരുക്കമുണ്ടായി. എന്നിട്ട് അവരുടെ സ്വർണ്ണാഭരണങ്ങൾ മൂശയിൽ ഒരുക്കി അവർ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ജുംബര 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 ജുംബാ, ഹേ ജുംബര 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 ജുംബാ, ഹേ ജുംബര ജുംബര ജുംബര. നിർത്തൂ. എന്താണിത്? ജീവിക്കുന്ന ദൈവത്തിന് മുൻപാകെ നിശ്ചലനായ ഈ ബിംബത്തെ ആരാധിക്കുവാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? ഈജിപ്തിൽ നിന്ന് കാനാനിലേക്കെന്ന് പറഞ്ഞ് ഞങ്ങളെ നിങ്ങൾ ഇവിടം വരെ എത്തിച്ചു. മാത്രമല്ല, ദൈവത്തെ നേരിൽ കാണാനെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളിൽ നിന്നും ഒളിച്ചോട്ടം നടത്തി. അല്ല, നിങ്ങൾക്ക് വേണ്ടി സീനായ മലമുകളിൽ ഞാൻ കർത്താവുമായി ഉടമ്പടി ചെയ്യുകയായിരുന്നു. നിങ്ങൾ വീണ്ടും പാപം ചെയ്തിരിക്കുന്നു. ഇല്ല, ഞാനിത് സഹിക്കില്ല. നിങ്ങൾക്ക് വേണ്ടത് പാപത്തിന്റെ അന്ധകൂപങ്ങളാണ്. ഈ കൽപ്പനകൾ, ഈ തിരുവെഴുത്തുകൾ അശുദ്ധമാക്കാൻ ഞാൻ അനുവദിക്കില്ല. പോ, പാളയം വിട്ട് പുറത്തുപോ. നിശ്ചലനായ ദൈവം, ഇത് മനുഷ്യന്റെ കൈവേലയാൽ നിർമ്മിക്കപ്പെട്ടതത്രേ. പാടില്ല. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ മറുപടി നൽകാത്ത ഈ മിണ്ടാത്ത ദൈവം നശിക്കട്ടെ. യജമാനൻ, ഏത് ശിക്ഷയും അങ്ങേക്ക് വിധിക്കാം. അടിയൻ അത് ഏറ്റുവാങ്ങിക്കൊള്ളാം. ഇസ്രായേലിന് മറ്റൊരു ദൈവത്തെ നിർമ്മിച്ച് നൽകിയത് അത് ഞാനാണ്. അങ്ങയുടെ കോപം ജ്വലിക്കരുതേ. ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അങ്ങേക്ക് അതറിയാവുന്നതാണല്ലോ. നീ ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തി വയ്ക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു? അവർക്ക് ആരാധിക്കാൻ ഒരു ദേവനെ നൽകേണ്ടതിന് ഈ ജനം ശാഠ്യം പിടിച്ചു. അവർ എന്റെ പ്രാണനെ ഛേദിക്കുമെന്നായപ്പോൾ നിവൃത്തിയില്ലാതെ ഞാൻ ഈ പാപം ചെയ്തു പോയി. ഞാൻ പാപിയാണ് യജമാനെ, ഞാൻ പാപിയാണ്. അഹറോൻ, കർത്താവിന്റെ കൽപ്പനകൾ കേട്ടിറങ്ങിയ അഭിഷിക്തന്മാരാണ് നമ്മൾ. നമ്മുടെ മോഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ ഒന്നുമല്ല. ദൈവഹിതത്തിനു വേണ്ടിയാണ് ഈ യാത്ര. ഹേ ഇസ്രായേലേ, കർത്താവിന്റെ പക്ഷത്തുള്ളവർ എന്റെ അടുത്തേക്ക് വരട്ടെ. നാം യാത്ര തുടരുകയാണ്. കർത്താവ് നമുക്കൊരുക്കിയ കാനാൻ ദേശത്തേക്ക്. അതെ, അകലെയാണ്, അകലെയാണ്, അകലെയാണ് ആ വാഗ്ദത്ത ഭൂമി. അവസാനമില്ലാത്ത യാത്ര, 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 അവസാനമില്ലാത്ത
തീരാത്ത യാത്ര. മേരി മൗണ്ട് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് കട്ടച്ചിറ അവതരിപ്പിച്ച പരിപാടികൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു സ്കൂളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.